കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സത്തയാണ് CMP എന്ന് CP ജോൺ. ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനത്തിന്റെ ഉൽപ്പന്നമാണ് CMP എന്നും പാർട്ടി ജനറൽ സെക്രട്ടറിയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ തൃശൂരിൽ പറഞ്ഞു. CMPയുടെ 41ാമത് ജന്മവാർഷിക ദിനാചരണ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാലിനിസത്തെ ഒരു ഐഡിയോളജിയാക്കി മാറ്റിയിരിക്കുകയാണ്. പാർട്ടിക്കകത്തും പുറത്തും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത തരത്തിൽ ചില നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടുകയും ആ ഉയർത്തിക്കാട്ടിയ നേതാക്കന്മാരുടെ തെറ്റായ ചെയ്തികളുടെ ഫലമായി ആ പ്രസ്ഥാനങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമ്പോൾ ഭാഗ്യാന്വേഷികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉപനേതൃത്വങ്ങൾ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ആ പാർട്ടിയിൽ കടിച്ചു തൂങ്ങുകയാണ്. 40 വർഷം കൊണ്ട് CMP കരുത്തായ ഒരു പ്രസ്ഥാനമായി മാറിയപ്പോൾ CPMന്റെ സ്ഥിതി ഇപ്പോൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് വലതുപക്ഷ ശക്തികൾ മുന്നോട്ടു പോകുമ്പോൾ ഇടതുപക്ഷ ശക്തികൾ താഴോട്ടു പോകുന്നു. എന്നാൽ വലതുപക്ഷ ശക്തികളുടെ വിജയം എന്നേക്കുമായിട്ടുള്ളതല്ല. ന്യൂ തിങ്കിംഗ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഉപകരണമായി ഈ ഗവൺമെന്റിനെ നാം മാറ്റിയെടുക്കണമെന്നും കഴിഞ്ഞ 10 വർഷക്കാലം കേരളം റെഡ് മാഫിയയുടെ കീഴിലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി വന്നതോടുകൂടി പട്ടിണി മാറി പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുവെന്നും ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണെന്നും CP ജോൺ അഭിപ്രായപ്പെട്ടു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി CA അജീർ അധ്യക്ഷത വഹിച്ചു. ദേശീയ സോഷ്യലിസ്റ്റ് നേതാവ് യോഗേന്ദ്ര യാദവ് മുഖ്യപ്രഭാഷണം നടത്തി. CMP സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, കമ്മീഷൻ അംഗം PRN നമ്പീശൻ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ്സ് ആർക്കേസ് ഈസ് ദ പാത്ത്. Dileep's Arcase, study abroad.